കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുവെക്കാൻ BJP മതം വിൽക്കുകയാണെന്ന് ഗുരുവായൂരിലെ LDF സ്ഥാനാർത്ഥി NK അക്ബർ 24നോട്. മതേതര പാരമ്പര്യത്തിൽ വിഷം കലർത്താനുള്ള അജണ്ട വിജയിക്കില്ലെന്നും NK അക്ബർ പറഞ്ഞു. 24 ഗ്രൗണ്ട് സീറോയിലാണ് NK അക്ബറിന്റെ പ്രതികരണം. ഗ്രൗണ്ട് സീറോ ഗുരുവായൂർ മണ്ഡലത്തിൽ തുടരുകയാണ്. സിറ്റിംഗ് MLA കൂടിയായ NK അക്ബറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഈ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത് NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ ആദ്യത്തെ ഒരു പ്രസ്താവനയും അതിനുശേഷം ഇന്നിപ്പോൾ ഒരു ബോർഡ് ചാവക്കാട് നഗരത്തിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വചനങ്ങളെ ഛർദ്ദിച്ച് തള്ളി നാട്ടിലെ ജനത. ഇവിടെ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമാണ്. ഐക്യ കേരള രൂപം കൊണ്ട് നടന്ന ആദ്യത്തെ 57 തെരഞ്ഞെടുപ്പിൽ VK കോരുമാഷാണ് ഇവിടെ നിന്ന് ജയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA. 1960 നടന്ന തെരഞ്ഞെടുപ്പിൽ K ദാമോദരനാണ് LDFന്റെ സ്ഥാനാർത്ഥി. 1980 ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് സഖാവ് CK കുമാരനാണ്. അദ്ദേഹം അതിലൊരു പ്രത്യേക ഏങ്കർ എടുത്ത് പറയുന്നതാണ്. അദ്ദേഹത്തിന് ഒരു അജണ്ടയുണ്ട്. ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അതിന്റെ പുറകിലേക്ക് അദ്ദേഹം ആളുകൾ ഭരിക്കണം. ഇവിടെ കഴിഞ്ഞ 3 കൊല്ലത്തിലേറെയായി ഇവിടെ വിജയിച്ച സുരേഷ് ഗോപി പാർലമെന്റ് മെമ്പറാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. വിജയിച്ചിട്ട് ഈ നാട്ടിലെ വോട്ടർമാരോട് നന്ദി പോലും പറയാൻ വന്നിട്ടില്ല. നന്ദി പറയാത്തൊരു MP ഉണ്ടെങ്കിൽ അത് BJPയുടെ MP ആണ്. ഗുരുവായൂർ ക്ഷേത്ര നഗരിയല്ലേ? തിരുപ്പതിക്ക് പാക്കേജ് ഉണ്ട്, ക്ഷേത്ര നഗരിയാണ്. അയോധ്യക്ക് പാക്കേജ് ഉണ്ട്, വാരാണസിക്ക് പാക്കേജ് ഉണ്ട്. എന്തുകൊണ്ട് ഗുരുവായൂരിന് പാക്കേജ് ഇല്ല? എന്തുകൊണ്ട് ശബരിമലക്ക് പാക്കേജ് ഇല്ല? അപ്പോ മതം തങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വിൽക്കുകയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തിടത്ത് വിൽക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. ആ സെക്കുലർ പാരമ്പര്യത്തിൽ വിഷം കലർത്താനുള്ള ഗോപാലകൃഷ്ണന്മാരുടെ അജണ്ട വിജയിക്കാൻ പോണില്ല. അപ്പോൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ്. അതെ അതെ, വിജയം ഉറപ്പ്. തീർച്ചയായും റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിക്കും. ഓക്കെ, എല്ലാ ആശംസകളും. സന്തോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.